മിഠായി വിൽക്കാനുണ്ടേ മിഠായി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കമ്പനിയുടെ തന്നെ 3 ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് കൊണ്ടാട്ടോ. ചോക്ലേറ്റ് കൂടുതലായിട്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കമ്പനിയുടെ പേര് ലവ് വാക്കർ എന്നാണ് കേട്ടോ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്റഫ് പുതുക്കോടാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് 2 ലവ് വാക്കർ എന്ന കമ്പനിയുടെ 2 തരം ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ലവ് വാക്കറിൻ്റെ ഗർഡീനിയയിൽ വരുന്നത് 3 ഷക്കലാണ്. 3 ഫ്ലേവറാണ് ഗർഡീന എന്ന ചോക്ലേറ്റിൽ വരുന്നത്. പിന്നെ ഇതാണ് ഗർഡീന. ഇതിൻ്റെ ജന്മസ്ഥലം ഇറ്റലിയാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇറ്റാലിയനാണ്. ഇത് ഗർഡീനയിൽ ചോക്ലേറ്റ് ഫ്ലേവറാണ്. 3 ഫ്ലേവറാണ് വരുന്നത്. അതിൽ ഈ ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സെയിലുള്ള സാധനം വൈറ്റാണ്, കോക്കനട്ട്, തേങ്ങ. ഇത് കുഴപ്പമില്ലാത്ത മൂവിങ് ഉണ്ട്. എന്നാൽ കൂടി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ, ഒരുപാട് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളത് കൊണ്ട് മൂവിങ് കുറച്ച് കുറവാണ്. ഇത് ഹസാൽനട്ടിൻ്റെ ഫ്ലേവറാട്ടോ. അത് എല്ലാം വഫറിൽ, ഉള്ളിൽ വഫറും വെളിയിൽ ചോക്ലേറ്റ് പൊതിഞ്ഞതുമായുള്ള ഫ്ലേവറാണ് ലവ് വാക്കറിൻ്റെ കമ്പനിയിൽ ഗർഡീന. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് കാണാൻ ബിസ്ക്കറ്റിൻ്റെ വിവരങ്ങളും, നാട്ടിലുള്ളവർക്ക് കാണാൻ വേണ്ടി ബിസ്ക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയ വീഡിയോ ക്ലിപ്പുകൾ, സൗദിൻ്റെ കാണാപ്പുറങ്ങളൊക്കെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, മദീനയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിൽ പോകുമ്പോൾ വില വളരെ കുറവിൽ ഹോൾസെയിൽ റേറ്റിന് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതിനെക്കാട്ടി ലാഭത്തിലായിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ തരിക. ഈ വൈറ്റാണ് ഞാൻ പറഞ്ഞ ഗർഡീനിൽ ഏറ്റവും കൂടുതൽ സെയിലാകുന്നത്. കടയിൽ 1.5 റിയാലാണ് അവർ വിൽക്കുന്നത്. 35 പീസാണ് അതിനകത്ത് വരുന്നത്. നമ്മളുടെ കയ്യിൽ വില വന്ന് 40 റിയാലാണ്. നമ്മളുടെ കയ്യിൽ ഹോൾസെയിൽ വില 1.5 റിയാലിന് വിൽക്കുമ്പോൾ 52 റിയാൽ 50 ഹലാല. ഇതാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വില. നമ്മളുടെ കയ്യിൽ 40 റിയാലാണ്. 12 റിയാൽ 50 ഹലാല. അത്രയും നിങ്ങൾക്ക് ലാഭത്തോടു കൂടിയാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് കേട്ടോ. ലവ് വാക്കറിൻ്റെ തന്നെ വേറെ വഫറിൽപ്പെട്ട വേറെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അതുമായി ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അപ്പോൾ ഏത് കമ്പനിയുടേതായാലും കോക്കനട്ടിൻ്റെ, തേങ്ങൻ്റെ ഫ്ലേവറിന് ഒരു പ്രത്യേക മാർക്കറ്റ് തന്നെയാണ് കേട്ടോ സൗദിയിൽ. ഏത് രാജ്യത്തിൻ്റെ ആയാലും ശരി, ഈ തേങ്ങയ്ക്ക് നല്ല പ്രാധാന്യം കൂടുതലാണ്. സുഹൃത്തുക്കളെ, വാട്സപ്പിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ മാത്രം നിങ്ങളുടെ ലൊക്കേഷനും നിങ്ങളുടെ സ്ഥലവും റോഡും ഒന്ന് വ്യക്തമായിട്ട് മെസ്സേജ് അയച്ചാൽ ആ സ്ഥലത്ത് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. 2-3 സുഹൃത്തുക്കൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫോണിൽ ഞാൻ വണ്ടി ഓടിക്കൽ കൂടുതലായ കാരണം കൊണ്ട് ഫോൺ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ പറയുന്നത്. ഇനി ഞാൻ കച്ചവടത്തിന് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കിണർ ഒഴിച്ച് അവിടെ ഒരു ചെറിയ മസറയുണ്ട്. മസറ പറഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ ഒരു തോട്ടം. ആ തോട്ടത്തിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു കിണറും, പിന്നെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കഴുതകളുണ്ട്, ഒരുപാട് ഒട്ടകങ്ങൾ. അവർക്ക് കുടിക്കാനുള്ള വെള്ളം അവിടെ അടിച്ചു വെച്ചിരിക്കുന്നു. പഴയ ഒരു ഡീസൽ എഞ്ചിനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ദൂരെ കാണുന്നതാണ് ഈത്തപ്പഴത്തിൻ്റെ മസറ. ഇപ്പോൾ ഡീസൽ എഞ്ചിന് അധികം ആരും ഉപയോഗിക്കുന്നില്ല.
ഇപ്പോൾ കറണ്ട് മോട്ടറാണ് കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത്. നോക്കിയപ്പോൾ വെള്ളമൊന്നും കാണുന്നില്ല. വെള്ളമുണ്ട്, ഒരുപാട് താഴ്ചയുണ്ട്. സാധാ കിണറാട്ടോ, സാധാ ജനതാ കിണറാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ജനതാ കിണറാണ്, ബോർവെല്ലല്ല. ഒരുപാട് താഴ്ചയുള്ള കിണറാണ്. ഇത് ഞാൻ പോകുന്ന റോഡുകളാട്ടോ. ഉള്ളേരിയിലേക്ക് പോകുന്ന റോഡുകളെല്ലാം ഇതുപോലെ സിംഗിൾ റോഡുകളാണ്. അങ്ങനെ ഒരു 40-50 കിലോമീറ്റർ പോലെ ചെറിയ ചെറിയ ടൗണുകൾ കാണാൻ കഴിയും. എൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നത് ഒരു മദ്രസയാണ്, സ്കൂള്. അങ്ങനെ ഒരു ടൗണിൽ ഇവിടെ ഒരു 4 കടയുണ്ട്, 4 ബക്കാലയുണ്ട്. നമ്മുടെ നാട്ടിൽ നായ്ക്കളും പൂച്ചകളൊക്കെ തിരിയുന്ന പോലെ ഇവിടെ കഴുത, ഒട്ടകങ്ങൾക്കൊക്കെ ആ ഉടമസ്ഥരുണ്ട്. എന്നാൽ കഴുത ഒരുപാട് റോഡരികിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഈ കാർട്ടൂൺ, അട്ടപ്പെട്ടികൾ, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് അത് കഴിച്ച് ജീവിക്കുന്നത്. വെള്ളം ഇതുപോലെ ഓരോരോ സ്ഥലത്ത് കുറേശ്ശെ ആളുകൾ വയ്ക്കുന്നത് കൊണ്ട് അത് കുടിച്ച് അങ്ങനെ ജീവിക്കുന്നു. സൗദിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രത്യേകതയാണ്. ഒരു ചെറിയ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഒരു 30-40 കിലോമീറ്ററോളം മരുഭൂമിയും ഒറ്റപ്പെട്ട ഏരിയകളും വീടുകളൊന്നുമില്ല. അങ്ങനൊരു മരുഭൂമി. അത് കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺ വരും. അവിടെ ഒരു പെട്രോൾ പമ്പിനോടകത്ത് ഒരു കട, ഒരു ബക്കാല. അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ പെട്രോൾ പമ്പിനകത്ത് തന്നെ വർക്ക്ഷോപ്പുകൾ, അങ്ങനെയുള്ളൊരു ഏരിയയാണ് സൗദിൻ്റെ. പിന്നെ പോകുന്ന വഴിക്ക് നിസ്കരിക്കാൻ ചെറിയ ചെറിയ പള്ളികളും ഒതുകൊടുക്കാൻ വെള്ളത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാത്റൂമുകളും എല്ലാം. ഈ വണ്ടികൾ പോകുന്ന റോഡ് സൈഡിൽ കഴുതകൾ റോഡിലേക്ക് ഇറങ്ങി ഒരുപാട് അപകടങ്ങളുണ്ടാകും കേട്ടോ. ഇത് വേറൊരു റോഡാണ്, ഇത് ഡബിൾ ലൈനാണ്, തബൂക്ക് പോണ റോഡ്. അവിടെ ചെറിയൊരു കമ്പനി, അതൊക്കെ കൗതുകം തോന്നിയപ്പോൾ അങ്ങനെ പകർത്തിയതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നു.